മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മാവ് നിറയേണ്ടതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് എന്ന് മാത്രമല്ല, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവവും നാമും തമ്മിലുള്ള ആ ബന്ധം വളരെ ഊഷ്മളത ഉള്ളതായിത്തീരും. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞവരായ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അവർ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടുകയും കീർത്തനം ചെയ്യുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോടുള്ള അല്ലെങ്കിൽ നമ്മുടെ സഹവിശ്വാസികളോടുള്ള നമ്മുടെ ബന്ധം? നമ്മൾ അവരെ കാണുമ്പോൾ ആത്മീയമായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുവാൻ കഴിയുന്നതെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ആത്മീക ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങൾ നിറവുള്ളവരാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായി തീരും. അതേസമയം തന്നെ ഈ ആത്മാവിൽ നിറയപ്പെടാത്തതായ ഒരു വിശ്വാസി, അവൻ തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും മാനുഷികമായ ചില ഫീലിങ്സ്, ചില നിറവുകൾ സൂക്ഷിച്ചുകൊണ്ട് അനുസരണക്കേടും സമർപ്പണമില്ലായ്മയും ദൈവത്തോടുള്ള ആശ്രയത്വം ഇല്ലായ്മയും എല്ലാം വെച്ചുകൊണ്ട് ആത്മാവിൽ നിറയുവാൻ കഴിയാത്തതായ ഒരവസ്ഥ അവൻ്റെ ഉള്ളിൽ ഉണ്ടാകാം. ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആത്മീകമായി സംസാരിക്കുവാൻ കഴിയില്ല. നിങ്ങളുടെ സഭയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ആത്മീയമായി സംസാരിക്കാൻ കഴിയാത്തതായ ഒരു സാഹചര്യമാണെങ്കിൽ മനസ്സിലാക്കിക്കോണം, ആ വ്യക്തി ആത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയല്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഉള്ളത് മാനുഷികമായ ചില സ്വഭാവങ്ങളാണ്. അത് ഒരിക്കലും ദൈവത്തിന് കീഴ്പ്പെടുന്നതായ ഒരു സ്വഭാവമല്ല. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ദൈവസ്ഥാനത്തിലേക്ക് നിങ്ങൾ ഒന്നുകൂടെ കൊണ്ടുവരണം. നിങ്ങൾക്കൊരു പുതു സമർപ്പണം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആത്മാവിലുള്ള നിറവ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഇതാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ നിറവില്ലാത്തത് ദൈവത്തിന് താല്പര്യമുള്ള വിഷയമല്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആത്മാവിനാൽ നിറയണം. അങ്ങനെ ആത്മാവിനാൽ നിറയപ്പെടുന്ന ആളുകൾ, അവരുടെ സംസാരം ആത്മീകമായ സംസാരമാണ്. ഒരു ഭൗതിക വിഷയത്തെക്കുറിച്ച് അവർ സംസാരിച്ചാൽ പോലും ആത്മീയ വർധനയ്ക്ക് വേണ്ടി അത് കാരണമാക്കി തീർക്കുവാൻ സാധിക്കും. ഇവിടെയാണ് ഈ ആത്മാവിലുള്ള ബന്ധം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. നോക്കണേ, നമ്മുടെ ഹൃദയത്തിൽ പാടണം. സാധാരണയായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് നമ്മൾ പാടുന്നത് നമ്മളുടെ അധരം കൊണ്ടാണ്. തീർച്ചയായിട്ടും അധരം കൊണ്ട് തന്നെയാണ്. പക്ഷേ പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ ഒരു കോംപ്ലക്സ് എന്ന് നമുക്ക് പറയാം. എനിക്ക് പാടുവാൻ ഈണമില്ല, എൻ്റെ പാട്ട് മറ്റാളുകൾ കേട്ടാൽ അത് ആസ്വദിക്കത്തില്ല, മാത്രമല്ല അവരെന്നെ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യും. അങ്ങനെ ഉള്ളവർക്കും കൂടെ ഉതകുന്നതായ ഒരു വാക്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഹൃദയത്തിൽ പാടണം, ഹൃദയത്തിൽ കീർത്തനം ചെയ്യണം. ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അധരത്തിലൂടെ ഒരുപക്ഷെ ആ പാട്ട് കേൾക്കുന്നില്ലെങ്കിലും ഹൃദയത്തിൻ്റെ അകത്ത് ഈ പാട്ട് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആ ടോണ് ആരും കേൾക്കുകയില്ല. എന്നാൽ നിന്റെ ഹൃദയത്തിൽ നീ നന്ദിയുള്ളവനായിരിക്കുന്നുവെങ്കിൽ, നന്ദിയോടുകൂടെ ആ ദൈവത്തിനുള്ള ഒരു മെലഡി നിന്റെ ഹൃദയത്തിൽ ഉരുവാകുന്നെങ്കിൽ, അത് പുറത്തു വരുന്നില്ലെങ്കിൽ പോലും ഹൃദയങ്ങളെ നോക്കുന്നവനായ ദൈവം നിന്നിലുള്ള ആ ആത്മനിറവിനെ മനസ്സിലാക്കി നീ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിന് പൂർണ്ണമായും ബോധ്യപ്പെടും. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ദൈവത്തെ അങ്ങനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട അർത്ഥമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവേ. അപ്പോൾ ഈ സ്തോത്രം എന്തിനാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ദൈവത്തെ എന്തിനാണ് നമ്മൾ സ്തുതിക്കുന്നത്? സ്തുതിയുടെ പവർ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു. പക്ഷേ ആ സ്തുതിക്കൊരു പവർ ഉണ്ടാകണമെങ്കിൽ, ശക്തി ഉണ്ടാകണമെങ്കിൽ ആത്മാവ് നിറഞ്ഞവർക്ക് മാത്രമേ
ആ സ്തുതിയുടെ പവർ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന കാര്യം അത് തന്നെയാണ്. നിങ്ങൾ ഈ യെരിഹോവിന്റെ കോട്ടയ്ക്ക് മുമ്പിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കണം. പക്ഷേ ആ സ്തുതിക്ക് മുമ്പായി ദൈവം അവരോട് പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം അവർ ഓരോരുത്തരും അനുഭവിക്കത്തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണത്തിലേക്ക് അവർ കടന്നു പോകണം. ശുദ്ധീകരണം കൂടാതെ ഒരാൾ പോലും കർത്താവിനെ കാണില്ല എന്ന് ദൈവവചനം വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. ശുദ്ധീകരണം പ്രാപിച്ച ആളുകൾ, ആത്മനിർവൃതി പ്രാപിച്ചവർ, അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിയുടെ ശക്തി കോട്ടകളെ ഇടിക്കുന്ന ശക്തിയാണ്. ആ സ്തുതിയുടെ ശക്തി ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ശുദ്ധീകരണത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ വളരെ വ്യക്തമായി ദൈവം എപ്രകാരമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ ഭാഗം കൂടെ വായിച്ചിട്ട് നമ്മൾ ഈ ചിന്തയിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26 മുതൽ ചില വാക്യങ്ങൾ. അവൻ അവളെ, അതായത് കർത്താവ് യേശു ക്രിസ്തു സഭയാകുന്ന തൻ്റെ മണവാട്ടിയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വലിയൊരു ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണം നമ്മളിൽ സംഭവിക്കുന്നത് വചനത്തിന്റെ കേൾവിയിലൂടെയാണ്. അങ്ങനെ വചനത്തിന്റെ കേൾവിയിലൂടെ ശുദ്ധീകരണം പ്രാപിച്ച ആളുകളെ തൻ്റെ ആത്മാവിനാൽ അവൻ നിറയ്ക്കുന്നു. അങ്ങനെ ആത്മാവിനാൽ നിറഞ്ഞവരാണ് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ വായിച്ചതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമാവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുവിൻ. ഈ എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ കാണും, അതേപോലെ പ്രതികൂലമായ കാര്യങ്ങൾ കാണും. അനുകൂലമായതിന് സ്തോത്രം ചെയ്യുന്നത് പോലെ തന്നെ പ്രതികൂലമായ കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം ഇതെല്ലാം എനിക്ക് നന്മയ്ക്കാക്കി തീർക്കും എന്നുള്ളതാണ് ഈ സ്തോത്രം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അയ്യോ, ഞാൻ നശിച്ചു പോകുമേ എന്ന് പറയുന്ന ഒരാൾക്കും ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വല്ലഭത്വം അറിഞ്ഞവരായ ആളുകൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്തതായ കാര്യങ്ങളെ ഓർക്കുന്നവരായ ആളുകൾ, അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ധാരാളം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവപ്രവൃത്തി നമ്മൾ കണ്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ ആ മഹിമയോർത്തുകൊണ്ട്, അവൻ്റെ ശക്തി ഓർത്തുകൊണ്ട് നാം അവനെ സ്തുതിക്കുന്നവർ ആയിത്തീരണം. ദൈവത്തിന് നമ്മളോടുള്ള ഈ ഇഷ്ടത്തെക്കുറിച്ച് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ നമ്മൾ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വരിപ്പീൻ. ഇതെല്ലാം തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. ഇതെല്ലാം അപ്പോസ്തലൻ പൗലോസ് നമ്മോട് പറയുന്നു എങ്കിലും പല ആളുകൾ ചിന്തിക്കുന്നത് ഓരോരുത്തരുടെ അനുഭവത്തിൽ വരുമ്പോൾ അവർ എങ്ങനെയാണെന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോസ്തലൻ പൗലോസും അന്നുള്ള ശിഷ്യന്മാരും കേവലം ഉപദേശിക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുകയും ചെയ്തു. നമുക്കറിയാം, വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ അവർ കടന്നുപോയി. അവർ പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ച് കാരാഗൃഹത്തിലിട്ടു. കേവലം കാരാഗൃഹത്തിലിട്ട് അതിൻ്റെ ഗേറ്റ് പൂട്ടുക മാത്രമല്ല, അവരുടെ കൈയും കാലും കൊണ്ട് ബന്ധിച്ച് ഇട്ടതായ ഒരു സന്ദർഭം. ആകപ്പാടെ അവർക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു അവയവം അവരുടെ നാവ് മാത്രമാണ്. ഹൃദയത്തിൽ മെലഡി വന്നപ്പോൾ ആ ദൈവദാസന്മാർക്ക് മറച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. അവർ ആ പാട്ട് അവരുടെ അധരങ്ങളിലൂടെ ഉറക്കപ്പാടി ദൈവത്തെ സ്തുതിച്ചു. ദൈവവചനത്തിൽ പറയുന്നുണ്ട്, അവരുടെ ആ പാട്ടിനാൽ, അവരുടെ ആരാധനയാൽ, അവരുടെ സ്തുതി സ്തോത്രങ്ങളാൽ ആ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഈ ശബ്ദത്തിൻ്റെ ഓളിയമല്ല അന്ന് ആ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ഇളക്കിയത്. പല ആൾക്കാരും അങ്ങനെ പറയാറുണ്ട്, അന്ന് അപ്പോസ്തലന്മാർ ആരാധിച്ചപ്പോൾ അവരുടെ ആ പവർ, ആ ശബ്ദത്തിൻ്റെ ആ ശക്തിയാൽ. അങ്ങനെയല്ല, ശബ്ദത്തിൻ്റെ ശക്തിയാലല്ല അന്ന് ആ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയത്. മറിച്ച് വിശ്വസ്ത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നോക്കുന്നു എന്ന് സങ്കീർത്തന പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്ന പോലെ ഈ ശിഷ്യന്മാര് ദൈവം അവരെ ഏൽപ്പിച്ചതായ ആ ആത്മനിറവിനാൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഈ കാരാഗൃഹത്തിൽ വന്നപ്പോൾ ക്ഷീണിച്ചു പോയില്ല, അവർ തളർന്നു പോയില്ല. ഏലിയാവിനെ പോലെ മതി എന്നവർ പറഞ്ഞില്ല. മറിച്ച്
അവരുടെ ആത്മാവ് അപ്പോൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കാരാഗൃഹത്തിൽ ചെല്ലുമ്പോഴും അവരുടെ ദൈവത്തോടുള്ള ഒബീഡിയൻസ് വളരെ വലുതായിരുന്നു. ദൈവത്തോടുള്ള ആശ്രയത്വം അതിൻ്റെ പൂർണ്ണതയിൽ നിലനിന്നു. ദൈവത്തോടുള്ള അവരുടെ സമർപ്പണത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിലെ ആ ആത്മാവിൻ്റെ നിറവ് അതിൻ്റെ കവിച്ചിലിലേക്ക്, കരകവിയുന്നതിലേക്ക്, തികഞ്ഞു വരുന്നതിലേക്ക് അവരെ കൊണ്ടുപോവുകയും അത് ഒരു ആരാധനയായി, സ്തോത്രമായി, സ്തുതിയായി ആ കാരാഗൃഹത്തിൽ മുഴങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തി. ഇതുപോലാണ് നമ്മൾ ദൈവസന്നിധിയിൽ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ വിഷയങ്ങളിൽ മേൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. സ്തുതി എന്ന സിംഹാസനത്തിന്മേൽ അവൻ ഇറങ്ങി വരുന്നു എന്ന് അനേക ഭക്തന്മാർ അവരുടെ പാട്ടുകളിലൂടെ പറയുന്നത് പോലെ നമ്മളുടെ സ്തുതിയും ആരാധനയുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുന്നവനായ ദൈവമാണെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ ആത്മാവിൽ നിറയണമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ എല്ലാറ്റിലും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യണമെന്നുള്ളതാണ്. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും ഈ വചനധ്യാനം മൂലം നിങ്ങൾക്ക് ഉളവാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആത്മാവിൽ നിറയുവാൻ തയ്യാറാണോ? നിങ്ങളുടെ ഉള്ളിലെ ആ ജഡീകമായിട്ടുള്ള ചിന്തകളും ജഡീകമായിട്ടുള്ള അനുസരണക്കേട്, സമർപ്പണമില്ലായ്മ, ആശ്രയത്വമില്ലായ്മ ഇതെല്ലാം ദൈവവചനത്താൽ നീങ്ങി നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന് നിറവ് വന്നാൽ അതേ നിങ്ങളുടെ ജീവിതം വ്യത്യാസപ്പെടാൻ പോവുകയാണ്. അതിനുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ആത്മാവിനാൽ ഞങ്ങൾ നിറയപ്പെടണമെന്നും എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നും ദൈവത്തിൻ്റെ ഇഷ്ടമാകിയാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഈ പ്രിയമുള്ളവരെല്ലാവരും തന്നെ ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ അറിയുവാനും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.